ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ക്യാപ്ഷൻ ഒന്നും എഴുതിയില്ല, ഒരു ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ക്യാപ്ഷൻ ഞാൻ എന്താണ് എഴുതേണ്ടത്, മാർക്കറ്റിനെ ആരൊക്കെ വിചാരിക്കുന്നവർ ചേർന്ന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ആരുടെയോ തിരക്കഥയ്ക്കൊത്ത് മാർക്കറ്റ് പോകുന്നു എന്ന് കൂടി നമ്മൾ ഇന്ന് ചിന്തിക്കണം. ഇന്നത്തെ അവസാനത്തെ ഒരു മണിക്കൂറത്തെ മൂവ് കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മാനിപ്പുലേറ്റഡ് ആയിരുന്നു എന്നാണ് ഞാൻ ഇതിന് ശേഷം ഞാനതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും വാർത്തകൾ കണ്ടപ്പോഴും കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർക്കോ രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ആർക്കോ ഒരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കയ്യിലുള്ള പൊസിഷൻ എക്സിറ്റ് ചെയ്യാനോ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു തിരക്കഥയായിരുന്നു അവസാനത്തെ ഒരു മണിക്കൂർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ബലമായിട്ടുള്ള ന്യൂസുകളുമാണ് വരുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് ഒരു 2:30 ആയപ്പോഴത്തേക്കും ഒരു ന്യൂസ് വന്നു. ഇറാൻ്റെ ഡെപ്യൂട്ടി മിനിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്, ന്യൂക്ലിയർ പ്രോഗ്രാം ഞങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാണ്, പക്ഷെങ്കിൽ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഉപാധികളുടെ ഒരു 2 പേർക്കൂടെ സ്വീകാര്യമായിട്ടുള്ള ഒരു ഉപാധികളുടെ അമേരിക്ക അംഗീകരിക്കണം, അങ്ങനെയാണ് ഞങ്ങൾ ഈ ന്യൂക്ലിയർ പ്രോഗ്രാം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞ് സ്കൈ ന്യൂസ് ഒരു വാർത്ത പുറത്തുവിട്ടു. അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് മാർക്കറ്റിന് പോസിറ്റീവാണ്. അപ്പോൾ യുദ്ധം അവസാനിക്കാൻ പോകുന്നു, രണ്ടുപേരുടെ ഡീല്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇറാനെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവർക്ക് ന്യൂക്ലിയർ സംഭവമുണ്ട്, അത് ഉപേക്ഷിക്കണം. ന്യൂക്ലിയർ ആണവായുധം ഉണ്ടാക്കുന്നത് അവരുപേക്ഷിക്കണം, അത് നിർത്തണം എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആവശ്യം. ആ ആവശ്യം അവർ അംഗീകരിക്കാൻ തയ്യാറാണെന്നൊരു ഫോറിൻ മിനിസ്റ്റർ പറയുമ്പം അത് മാർക്കറ്റിന് പോസിറ്റീവാണ്, ശരിയല്ലേ? അപ്പോൾ അത് കേൾക്കാത്ത പാടെ മാർക്കറ്റ് എന്ത് ചെയ്തു? അവിടുന്ന് അടപടലം പറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പറക്കലല്ല പറഞ്ഞ് ഏകദേശം 500 റേഞ്ചിൽ നിന്ന് 800-850 റേഞ്ചിലൊരു 300 പോയിന്റിൻ്റെ ഒറ്റ മൂവായിരുന്നു. വൺ വേ റാലി, 300 പോയിന്റ് മൂവ്. എന്നാലോചിച്ച് നോക്കണം. ഓക്കെ, ആ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന് തിരിച്ച് ന്യൂസ് വന്നു, ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഇത് ഞങ്ങൾ ഇപ്പം പറഞ്ഞതല്ല, നേരത്തെ ചർച്ചകളിൽ പറഞ്ഞാണ്, ഇപ്പം പറഞ്ഞ കാര്യമല്ല. മനസ്സിലായി പറഞ്ഞു. അപ്പോഴത്തേക്ക് സമയം അരമണിക്കൂർ കഴിഞ്ഞു. അതിൻ്റെ റിപ്ലൈ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അതിൻ്റെ പ്രതികരണം വന്നപ്പോഴത്തേക്ക് അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇറങ്ങേണ്ടവനൊക്കെ ഇറങ്ങി, ഉണ്ടാക്കേണ്ടവനൊക്കെ പൈസ ഉണ്ടാക്കി. പെട്ടുപോയത് ആരാണ്? നിങ്ങളെപ്പോലെ, എന്നെപ്പോലെ, നിങ്ങളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് ആണ് ഇതിൽ പെടുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ന്യായം പാലിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം അതാണ്. മനസ്സിലായി? ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്നോട് പലർക്കും ചിലപ്പോൾ ഒരു പക്ഷേ ദേഷ്യം കാണാം ഇന്ന്. കാരണം എന്താണ്? അവസാനത്തെ ഒരു 2 മണിക്കൂർ ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ മനഃപൂർവ്വം വരാഞ്ഞാണ്. കാരണം ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ കൊണ്ടതിന് നമുക്ക് മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി, ഇല്ലേ? മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി. അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുക, വീട്ടിൽ പോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ ശരിക്കും അതിനകത്ത് ഇന്നത്തെ മൂവിനകത്ത് നിങ്ങൾ പെട്ടുപോയി കാണും. കിട്ടിയ കാശും കയ്യിരുന്ന കാശും നിങ്ങൾ കൊടുത്ത് വീട്ടിൽ പോകേണ്ടി വന്ന ഗതി വന്നേനെ നിങ്ങൾ അവസാനം വരെ മാർക്കറ്റ് നിന്നിരുന്നെങ്കിൽ. ആ ഒരു മൂവാണ് രാത്രി അവസാന നിമിഷം നടന്നത്. നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാന്യമായി നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണമാണ്. ഇങ്ങനെയൊക്കെയുള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പല വലിയ ബിഗീസുകൾ എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കണം അവർക്കറിയാം. അതിനെന്ത് വേണ്ടി മാനിപ്പുലേഷൻ നടത്താനും അതിനുവേണ്ടി പൈസ ഇറക്കാനും വലിയ മീഡിയകളെ പിടിക്കാനൊന്നും അവർക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൃത്യമായി നമുക്ക് കിട്ടാനുള്ളത് കിട്ടി അതുകൊണ്ട് മാറി നിൽക്കുന്നുള്ളത്. നമുക്കിപ്പോൾ മാർക്കറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി ന്യൂസുകൾ 1-2 ന്യൂസുകളോട് പറയാം. അപ്പം അതിനുശേഷം പിന്നെ വേറെ ന്യൂസാണെന്ന് പറഞ്ഞാൽ GCCയോട് ബന്ധപ്പെടാണ്. ഇന്ന് ഇത് കുവൈറ്റിൽ ഇതുവരായിട്ടും ബഹളമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനായിട്ടും ഒരു സംഭവവാസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഖത്തറിലൊക്കെ അടിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ സംഭവവാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അവരുടെ ഇറാൻ ഒരു ഒരു ഇറാൻ MP, ഒരു ഇറാൻ പാർലമെൻറ്റ് MP പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, GCCക്ക് അങ്ങനെ ഞങ്ങളുടെ ആക്രമണത്തിന് ഒഴിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമേരിക്കക്കാരെ മുഴുവൻ പുറത്താക്കണം. മീൻസ് അമേരിക്കൻ മിലിറ്ററിയെ മുഴുവൻ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കണം. നടക്കുന്ന കാര്യമല്ലോ ആണോ? നടക്കുന്ന കാര്യമല്ല ആണോ? അല്ല. അപ്പോൾ അത് വാർത്തയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. അപ്പം ആ വാതിൽ അടഞ്ഞു. പിന്നെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ US നിന്ന് വരുന്ന ന്യൂസാണ്. US അവർ ഇറാഖിൽ പ്രയോഗിച്ചൊരു ബോംബുണ്ട്. ഓക്കെ, ഡൂംസ്ഡേ എന്ന് പറഞ്ഞൊരു ബോംബ്. ഓക്കെ, അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ബോംബാണ്. ആ ബോംബ് ഇറാന് ടെസ്റ്റ് ചെയ്യുമെന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഡൂംസ്ഡേ മിസൈലിനെ പറ്റി ഇനി തപ്പിപ്പോണം, ഞാൻ തപ്പാൻ സമയം കിട്ടിയില്ല. എന്താണ് അതിൻ്റെ എഫക്റ്റ്, അത് ഇറാഖിൽ ഉപയോഗിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് ഇനി തപ്പിപ്പോണേൽ നിങ്ങൾ സമയമുള്ളവർ തപ്പുക.
അതെന്താ സൂചിപ്പിക്കുന്നത്? യുദ്ധം പിന്നെയും മുമ്പോട്ട് പോകും എന്നൊരു അൺസർട്ടനിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം ഇപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു 10 മിനിറ്റിന് മുന്നേ ഒരു ന്യൂസ് വന്നത്, പിന്നെ നാറ്റോ അമേരിക്കയെ ഹെൽപ്പ് ചെയ്യും, അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമും അവരുടെ മിസൈൽ കേപ്പബിലിറ്റി എല്ലാം നശിപ്പിക്കാൻ വേണ്ടി അവരുടെ US-ൻ്റെ കൂടെ ചേർന്ന് ഇന്ന് യുദ്ധം ചെയ്യുമെന്ന് നാറ്റോ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ഇതിനകത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നമ്മൾ വളരെ ബുദ്ധിയുള്ളവരായിട്ട് മാന്യമായിട്ട് വല്ലതും കിട്ടി അതുകൊണ്ട് പിറക്കി വീട്ടിൽ പോകുകയെന്നുള്ളതല്ലാതെ വെറുതെ രാവിലോട്ട് വൈകുന്നേരം വരെ എനിക്ക് കുറ്റി അടിച്ചിരുന്ന് രാവിലെ കിട്ടും സന്തോഷമായിരിക്കും, ഉച്ചയ്ക്ക് പിന്നെയും കളിക്കും, കൊടുക്കും, തിരിച്ച് വീട്ടിൽ കരഞ്ഞുകൊണ്ട് പോകും എന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെയൊക്കെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ, ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാനല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് മാന്യമായിട്ടുള്ളത് കിട്ടിയാൽ അതും കൊണ്ട് പോവുക. ഒരു ബംഗാളി നിങ്ങളുടെ വീട്ടിൽ രാവിലോട്ട് വൈകുന്നേരം വരെ അവന് 1000 രൂപ കിട്ടുന്നത്, 1200 രൂപ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു പണിക്കാരൻ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്ത് 1250, ഒരു പെയിൻറ്റർ ആണെങ്കിൽ 1250, 1500 രൂപ കൊടുക്കുന്നത് നിങ്ങൾ രാവിലോട്ട് വൈകുന്നേരം വരെ തൂത്തിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? ആ പൈസ നിങ്ങൾക്ക് രാവിലെ 1 മണിക്കൂർ കൊണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തണമെന്ന് ഇപ്പം നേഴ്സുമാർ സമരം ചെയ്തില്ല. 1333 രൂപയ്ക്ക് കൊണ്ട് അവർ സമരം ചെയ്തു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആനുകാലിക സംഭവങ്ങളുമായിട്ട് എന്തിനാണ് ക്ലബ് ചെയ്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലയിലോട്ട് കയറാൻ വേണ്ടിയാണ്, നിങ്ങളുടെ തലയ്ക്കകത്തിലോട്ട് കയറാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. 1333 രൂപയ്ക്ക് നേഴ്സുമാർക്ക് കിട്ടാൻ വേണ്ടി അവർ റോഡിൽ സമരം ചെയ്യുകയാണ്. തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് വേണ്ടി സമരം ചെയ്യാണ്. 1333 രൂപ, 8 മണിക്കൂർ ഡ്യൂട്ടിയാണ്. 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാലും നേഴ്സുമാർ കേൾക്കുന്നുണ്ടായിരിക്കും തന്നെ. 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർക്ക് 8 മണി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റുമോ? അതിന് ഓവർ കൊടുക്കണം. എൻ്റെ ഭാര്യ നേഴ്സാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങൾ നേഴ്സാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞന്മാർ പലരും അങ്ങ് നേഴ്സുമാരുണ്ട്. അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ നിങ്ങൾ ആനുകാലിക സംഭവമായിട്ട് മനസ്സിലാക്കണം. 1333 രൂപ കിട്ടാൻ വേണ്ടി ഒരു നേഴ്സ് എന്തുമാത്രം കഷ്ടപ്പാടാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ. രാവിലെ കൊടുത്തൊരുങ്ങി ഡ്യൂട്ടിക്ക് കയറുന്നതിന് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അവിടെ ചെല്ലണം, ഓവർ എടുക്കണം, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം, പിന്നെ അവിടെ തിരിച്ചിറങ്ങണമെങ്കിൽ അടുത്ത ആൾ വരുമ്പോൾ അതിന് ഹാൻഡ് ഓവർ ചെയ്യണം. എന്തായാലും 10 മണിക്കൂർ ജോലി ചെയ്തെങ്കിൽ പിന്നെ ആ ഒരു ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, 8 മണിക്കൂർ ഉള്ളെങ്കിൽ തന്നെ. എന്നിട്ട് കിട്ടുന്ന അവർക്ക് ഇപ്പോൾ കിട്ടുന്ന അത്രയാണ് 750, 800 ആ റേഞ്ചിലാണ് ഇപ്പോൾ അവർക്ക് പൈസ കിട്ടുന്നത്. അത് 1333 ആക്കാൻ വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്. ആ സ്ഥാനത്ത് നിങ്ങളും ചിന്തിച്ച് നോക്കൂ. രാവിലെ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് 1000, 1200, 1500, 2000, 3000, 5000 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നതല്ലേ നല്ലത്? നിങ്ങൾ ചിന്തിക്കൂ. ഞാനിതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് കയറാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും ദേഷ്യം കാണും. ആ സാറ് പിന്നെ അവസാനം പിന്നെ വന്നില്ലല്ലോ, 12 മണി കഴിഞ്ഞ് വന്നില്ലല്ലോ, 1 മണി കഴിഞ്ഞ് പിന്നെ വന്നില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു പരിഭവം കാണും. പരിഭവത്തിൻ്റെ ആ പരിഭവം നിങ്ങൾക്ക് ഉണ്ടായതും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ഞാനിപ്പം പറഞ്ഞുതരാം എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെ ഇനിയിപ്പം ചാട്ടിനകത്തിൽ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇന്നലെ പറയണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. അതുപോലെ തന്നെ പിന്നെ ഈ യുദ്ധം തീരുമോ, അവസാനിപ്പിക്കുമോ, അല്ല മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് പലർക്കും പല കോണുകളിൽ നിന്നും പല ചർച്ചകൾ വരുന്നുണ്ട് ഇല്ല. അമേരിക്കയുടെ ആയുധങ്ങൾ തീർന്നു പോകുമെന്ന് പറയുന്നു. പിന്നെ ഇറാനാണെങ്കിൽ അവരുടെ ഇഷ്ടംപോലെ സാധനം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഈ ഇത് എന്നുള്ളതാണ് മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞു. അമേരിക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം പണച്ചെലവുള്ള ഒരു സംഗതിയാണ് യുദ്ധം എന്നുള്ളത്. ഓക്കെ, അതിന് അവർ സമാധാനം പറയണം. ഈ കാശ് ഈ ഓരോ ആയുധങ്ങൾ ചിലവാക്കുമ്പോഴും അതിനത് റീഫിൽ ചെയ്യണ്ടേ? ഒരു സാധനം നമ്മൾ അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ആ സാധനം അവിടെ കൊണ്ട് വെക്കണ്ടേ? അതിന് റീഫിൽ ചെയ്യണ്ടേ? അപ്പോൾ അതിന് റീഫില്ലിങ് കേപ്പബിലിറ്റി അവർക്കുണ്ട്. പക്ഷേ ഈ സാധനം ഇത്രയും പ്രൊഡക്ഷൻ വേണ്ടേ? ഇപ്പം മാസീവായിട്ട് സാധനം ഇങ്ങനെ കയ്യിൽ നിന്ന് പോകുമ്പോൾ, അതായത് ഇപ്പം ഒരു നമ്മളിപ്പോൾ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാന് ഒരു ഡ്രോൺ ഉണ്ടാക്കാൻ ഏകദേശം $35,000 ചിലവേ ഉള്ളൂ. $35,000 ചിലവേ ഉള്ളൂ ഒരു ഡ്രോൺ. നിങ്ങൾ കേട്ട് കാണുമായിരിക്കാം, ഒരു ഡ്രോൺ ഉണ്ടാക്കും. പക്ഷേ ആ ഡ്രോണിനെ അടിച്ചു കളയാൻ വേണ്ടി അമേരിക്ക ചിലവാക്കുന്നത് $4 മില്യൺ. $4 മില്യൺ. 35,000 അവിടെ കിടക്കുന്നു, $4 മില്യൺ അവിടെ കിടക്കുന്നു. ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ എന്തുമാത്രം പണച്ചെലവുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ ഏകദേശം ഈ GCCയിൽ എല്ലാം കൂടെ തന്നെ ഒരു 10,000-4,000 ഡ്രോണും ഒരു 750 ബാലിസ്റ്റിക് മിസൈലും അവർ അയച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ × 4 മില്യൺ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിക്കോ എത്രയായെന്ന്. അപ്പോൾ എന്തുമാത്രം പൈസ ചിലവാണെന്ന് ആലോചിച്ച് നോക്കും. ഇതൊക്കെ ചുമ്മാ ഉണ്ടാകുന്ന കാശല്ലല്ലോ, ജനങ്ങളുടെ കാശ്, നികുതിപ്പണമല്ലേ, അല്ലെ നമ്മുടെ ഈ പറഞ്ഞ താരിഫ് മേടിക്കുന്ന കാശല്ലേ അല്ലേ? അപ്പോൾ ഇതിനൊക്കെ സമാധാനം പറയേണ്ട കാര്യമാണ്. അപ്പം ഇത് ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ അമേരിക്കയെ പൊട്ടി പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ എന്തായാലും ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് ആർക്കും ഇപ്പോൾ ചുരുക്കം പറഞ്ഞ ഒരു ധാരണയില്ല. ട്രംപ് രണ്ട് കൽപ്പിച്ച് നിൽക്കുവാണ്, ഞാൻ അടിക്കും എന്ന് പറഞ്ഞ് രണ്ട് കൽപ്പിച്ച് നിൽക്കുന്നു. ഇറാനും വഴങ്ങി കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി എവിടെ സമവായം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ്? ഇന്ന് രാവിലെ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഏകദേശം 135 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഓപ്പണിങ്ങിൻ്റെ മുകളിൽ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ താഴത്തെ വര 24,566 വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറിയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് നമുക്കുള്ളൂ. ഇല്ലെങ്കിൽ 24,500 ആയിരിക്കും അടുത്ത സപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലേ? ക്ലിയർ ആയിട്ട് പറഞ്ഞു. മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും നാടി കളിച്ചു. എങ്ങോട്ട് നമുക്കൊരു ഡയറക്ഷൻ ഇല്ല, എങ്ങോട്ട് താഴോട്ട് വീഴുമോ മുകളിലോട്ട് പോകുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല. മാർക്കറ്റ് അതിന് ശേഷം മാർക്കറ്റ് ഒന്ന് നമ്മുടെ ഈ പറയുന്ന 24,526 സപ്പോർട്ട് എടുത്തു, ഇല്ലേ? 1, 2, 3, 4 പ്രാവശ്യം മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഒന്ന് താഴോട്ട് വന്നിട്ട് അടുത്ത സ്ട്രെച്ചിൽ തന്നെ അതിൻ്റെ ഡബിൾ സ്പീഡിൽ മുകളിലോട്ട് കയറിപ്പോയി. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് താഴോട്ട് പൊട്ടാൻ പോകുന്നുള്ള പ്രതീതി വരുത്തി തീർത്തതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സ്ഥിരമായിട്ട് ചാർട്ടും കാണുകയും എന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന ഓരോ ദിവസത്തെ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പാറ്റേണും ഞാൻ പറയുന്ന കാര്യങ്ങളും വെച്ചിട്ട് 1, 2, 3 പ്രാവശ്യം കയറുമ്പോൾ നിങ്ങളുടെ തലയ്ക്കകത്തുള്ളത് വരും. മനസ്സിലായില്ലേ? അപ്പോൾ കൃത്യമായി നിങ്ങളുടെ കണ്ണുകൾ അവിടെ ഉടക്കും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം. അപ്പം നോക്കിക്കേ, ഒരു ഹൈ മാർക്കറ്റ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു, സപ്പോർട്ട് പൊട്ടി, അടുത്തൊരു ക്യാൻഡിൽ താഴെ വീണ ശേഷം അതിൻ്റെ ഡബിൾ സ്പീഡിൽ മാർക്കറ്റ് തിരിച്ചു കയറി കൃത്യമായിട്ട് എവിടെയാണോ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് അവിടെ തന്നെ തട്ടി മാർക്കറ്റ് എന്ത് ചെയ്തു? തിരിച്ചു വന്ന് നോക്കിക്കേ, വീണ്ടും വന്ന് ഇവിടെ വന്നു 526 വന്ന് സപ്പോർട്ട് എടുത്തു, ഇല്ലേ? വീണ്ടും അവിടെ അതേപോലെ തന്നെ ഡബിൾ സ്പീഡിൽ മാർക്കറ്റ് നേരെ തിരിച്ചു പോയി. എവിടെ വന്ന് സപ്പോർട്ട്? ഇതേ പോയിന്റ് ഏരിയ തന്നെ വന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു, വീണ്ടും തിരിച്ചു താഴെ വന്നു, വീണ്ടും തിരിച്ചു പോയി. അപ്പോൾ ഈ 1, 2, 3, 4 പ്രാവശ്യം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇല്ലേ? ഇതിന് ശേഷം ഞാൻ ഇവിടെ വെച്ച് ഈ ഏരിയ വന്നപ്പോൾ ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ വെച്ചേ പറഞ്ഞു മാന്യമായിട്ട് കിട്ടിയവിടെ നിങ്ങൾ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് ഇട്ടിട്ട് ഞാൻ എന്താ പറഞ്ഞു നിങ്ങളോട്? ഓപ്പൺ ഇൻട്രസ്റ്റിൽ 25,600 കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ കാണുന്നതെങ്കിലും, അല്ലേ? കോൾ റേറ്റിംഗ് ആണ് 500 ആണ് കൂടുതൽ കാണുന്നതെങ്കിലും 500 പുട്ട് റേറ്റിംഗും 600 കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ കാണുന്നതെങ്കിലും ബലാബലമാണ് ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഈ കോൾ റേറ്റിംഗ് 600 നമ്മൾ നോക്കുമ്പോൾ കോൾ റേറ്റിംഗിന് അത്രയും തന്നെ പുട്ട് റേറ്റിംഗ് ഉണ്ട്. ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് ഒരു പക്ഷേ മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ അന്നേരം പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ 600 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ മുകളിലോട്ട് പോകത്തുള്ളൂ. ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു, അല്ലേ? 600 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ, നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് റാലി ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതിയത്, ഓരോ ചുവടും നമ്മൾ സൂക്ഷിച്ച് വേണം മുന്നോട്ട് വെക്കാൻ. ഞാൻ അത് ഇന്ന് കാണിക്കാം, അതായിരിക്കും നിങ്ങൾക്ക് നല്ല. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ ഓപ്പണിംഗ് ട്രസ്റ്റിന്റെ ചാർട്ടാണ് ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ ഒരു സമ്മറി, മാർക്കറ്റിന്റെ ഒരു സമ്മറി പറയാം. പക്ഷെ ഇതിങ്ങനെ സംഭവിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഇത് കേട്ടാലും ട്രേഡ് എടുക്കുന്ന നഷ്ടമെന്ന് ഞാൻ ഉത്തരവാദിയല്ലതാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,500 നല്ല രീതിയിൽ പുട്ട് റേറ്റിംഗ് ഉണ്ട്, ഇല്ലേ? അതേസമയം അതിന്റെ ഒരു 3/4 ഭാഗത്തോളം കോൾ റേറ്റിംഗ് ഉണ്ട്. ഇതുപോലെ തന്നെ 24,600 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൾ റേറ്റിംഗ് കൂടുതലുണ്ട്. എന്നാൽ അതിന് അടുപ്പിച്ച് തന്നെ ഏകദേശം 80, 85, 90% പുട്ട് റേറ്റിംഗും അവിടെ ഉണ്ട്, ഇല്ലേ? അപ്പൊ ഈ 24,600 എന്ന് പറയുന്ന ഏരിയ ഒരു നല്ല ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല അവിടെ പുട്ട് റേറ്റിംഗ് ഉണ്ട്, ബയർ അവിടെ ഉണ്ട്. മാർക്കറ്റിനെ അവിടുന്ന് ബൈ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്യും. പക്ഷെങ്കിൽ നമുക്ക് ഇതൊന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,600 മുകളിൽ പോകണം. മനസ്സിലായോ? മാർക്കറ്റ് 24,600 മുകളിൽ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷ എന്തെങ്കിലും നമുക്ക് വെച്ചു പുലർത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ 24,500 24,600 ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു പക്ഷേ 24,500 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ
നമുക്ക് പേടിക്കേണ്ടി വരും. ഓക്കെ, അഥവാ അപ്പൊ തന്നെ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? 24,600 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് സൈഡിൽ റൈറ്റിംഗ് കൂടുതലാണ്, അതായത് ബയർ ആണ് കൂടുതൽ, സെല്ലേഴ്സ് ആണ് കുറവ്. അതായത് കോൾ റേറ്റിംഗ് ആണ് കുറവ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കോൾ റേറ്റിംഗ് കുറവും പുട്ട് റേറ്റിംഗ് കൂടുതലാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് നിമിഷം എന്ത് വേണമെങ്കിലും മാറി മറിയും ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മാർക്കറ്റിന്റെ ഒരു സമ്മറി മാത്രം പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 പോയിന്റ് ആണ്, 24,500 അടുത്ത് 24,600. ഓക്കെ, ഈ 2 പോയിന്റിൽ എവിടെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത്, ഡിസസീവായിട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ജസ്റ്റ് ഒരു സമ്മറി ഇപ്പോഴത്തെ പറയുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചേ? അതിനുശേഷം മാർക്കറ്റ് ഒന്ന് മോളോട്ട് പോയി, ഇല്ലേ? മോളോട്ട് പോയി. അതിനുശേഷം ഞാനാണെങ്കിൽ താഴെ കൃത്യമായിട്ട് ഞാൻ എഴുതി, മാർക്കറ്റ് മോളോട്ട് പോയപ്പം ഞാൻ എഴുതി, മുന്നോട്ടുള്ള ഓരോ ചുവടിലും ചതി പതുങ്ങിയിരിപ്പുണ്ട്, ഒന്ന് ഓർത്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇതാ കണ്ടോ, അതിനുശേഷം പുട്ട് റേറ്റിംഗ് നമുക്ക് നോക്കിക്കേ, 600 പുട്ട് റേറ്റിംഗ് കൂടി, ഇല്ലേ? പുട്ട് റേറ്റിംഗ് കൂടി, എങ്കിലും ചതിയുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഞാൻ കൃത്യമായിട്ട് എന്ത് പറഞ്ഞു? ഗ്രൂപ്പിൽ പറഞ്ഞു. എത്ര പേര് കേട്ടു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എനിവേ, ഓക്കെ, അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് ഷട്ടിൽ അടിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. 600 നോക്കിക്കാൻ നിങ്ങൾ, 600 650 പോയി, നേരെ 550 വന്നു, 650 550 600 550 റേഞ്ചിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? ഷട്ടിൽ അടിക്കുക. അപ്പോൾ ഷട്ടിൽ അടിച്ച് നിങ്ങൾ ഷട്ടിൽ നല്ല രീതിയിൽ നമുക്കൊരു സപ്പോർട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ വർക്ക് ചെയ്തു. 566 എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ടിൽ വന്നു. പല പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. എടുത്തവർ കാണും, പുട്ട് എടുത്തവർ കാണും, കോൾ എടുത്തവർ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പരിപാടി അവസാനിപ്പിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ആട്ടിക്കളിച്ച് എവിടെങ്കിലും വെച്ച് നിങ്ങൾക്ക് പണി കിട്ടും. കാരണം ഇവിടെ നിങ്ങൾ പുട്ടെടുക്കുന്നു, ഇവിടെ വരെ വെയിറ്റ് ചെയ്യുന്നു, പിന്നെ നിങ്ങൾ വീണ്ടും ഇവിടെ തിരിച്ച് കോൾ എടുക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ കോൾ എടുക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ താഴോട്ട് പോകും, അപ്പോൾ കിട്ടി കൊടുക്കും, പാനിക്കായി നിങ്ങൾ എക്സിറ്റ് ആകും, പിന്നെ അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും. നിങ്ങൾ നോക്കിക്കാൻ അവസാനത്തെ 1 മണിക്കൂർ നമ്മൾക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത്, ഇല്ലേ? ഇവിടെ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് സെൻസെക്സിൻ്റെ എക്സ്പയറിയും കൂടാണ്. ഈ സമയത്താണ് ന്യൂസുകളെല്ലാം വന്നത്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് മാറി നിൽക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ പ്രോഫിറ്റ് നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കും. അല്ല ഇവിടെ കിടന്ന് കളിക്കാൻ പോയി ഏതെങ്കിലും രീതിയിൽ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ എല്ലാം. അതും ഹ്യൂജ് മൂവ്മെൻ്റ് ആയിരുന്നു. പ്രതീക്ഷയോട് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ സ്റ്റോപ്പ് ലോസ് കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക താഴെ നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതല്ല എനിക്ക് പ്രശ്നം. ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയിരിക്കുക, എന്നാൽ സാറ് പറഞ്ഞതല്ലേ ഒന്നുകൂടെ എടുത്തേക്കാന്ന് വിചാരിക്കും. പിന്നെ ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാഞ്ഞത്. ഓക്കെ, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ടും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ന്യായം പാലിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പോട്ടെ. അപ്പോൾ നാളെ ഇനി മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. നാളെ ഇപ്പം നിലവിൽ US മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഓടുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഈ പറയുന്ന ഈ 25 ഇപ്പോൾ ഇവിടെ നിലവിൽ നമുക്ക് ഇനിയിപ്പം ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യം ഈ ലൈൻ വേണം നമുക്ക്. ഈ ലൈന്, ഈ ഒരു ടംബ്, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് വേണ്ട, പോട്ടെ, ഇത് വേണ്ട. നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? ഇവിടെ പല പ്രാവശ്യം വന്ന് റെസണൻസ് ഫേസ് ചെയ്തൊരു സ്ഥലമാണത്, ഇല്ലേ? ഇവിടുന്ന് ഇപ്പം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഒന്നുകിൽ 719, ഓക്കെ, 719 നിലനിർത്തുന്നുണ്ടെന്ന് നോക്കുക. നാളെ എങ്ങനെയാണ് നമുക്ക് ഓപ്പണിംഗ് അറിയത്തില്ല. ഓപ്പണിങ്ങിന് ശേഷം നാളെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 719 നമുക്ക് നിലനിർത്തണം. ഓക്കെ, ഇല്ല ഗ്യാപ്പ് ഡൗണിലാണെന്നുണ്ടെങ്കിൽ 566 500 നിലനിർത്തണം. മനസ്സിലായി പറഞ്ഞ്? അല്ല, ഈ റേഞ്ചിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഒന്നുകിൽ 737 ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ താഴോട്ട് 566 അല്ലെ 500 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വേണം. ഇതൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം രാത്രിയിൽ ഓരോരുത്തരുടെ വായി കിടക്കുന്ന നാക്കിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്തതുകൊണ്ട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ മിഡ് ക്യാപ്പോടെന്ന് പറഞ്ഞേക്കാം. മിഡ് ക്യാപ്പ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എന്താണ്? ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റേഞ്ചൊക്കെ കൃത്യമായിട്ട് ലെവലിനകത്താണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പം ആ ലെവലുകൾ നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയെ പറ്റി ഒന്നും പറയാനില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് മിഡ് ക്യാപ്പിനെ പറ്റി ഒന്ന് പറയാം. മിഡ് ക്യാപ്പ് ഇന്ന് നല്ല രീതിയിൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ റേഞ്ചിൽ, നമ്മുടെ വരയിലാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം
അവസാനത്തെ ഒരു മണിക്കൂർ മുന്നേ വരെ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചു. അതിന് ശേഷം നിഫ്റ്റി പോയപ്പം ഇതും അതുപോലെ തന്നെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നടത്തി 259 ബ്രേക്ക് ചെയ്തെങ്കിലും മാർക്കറ്റ് 259 മുകളിലാണെന്നാണ് 260 ഈ വരയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത്. നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇതിന് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്സൈഡ് 501 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ല ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ 13,034 വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നിഫ്റ്റിയെ മിഡ് ക്യാപ്പിനെ പിടിച്ചു നിർത്തിയത് BSE ആണ്. BSEക്ക് ഇന്ന് നല്ല രീതിയിൽ BSE ഇന്ന് പെർഫോം ചെയ്ത് ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കിക്കേ BSEയും ഹീറോ മോട്ടോകോപ്പ് രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതിനടിസ്ഥാനത്തിലാണ് മിഡ് ക്യാപ്പ് ഇന്ന് പെർഫോം ചെയ്തത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് രാത്രിയുടെ ന്യൂസുകളോട് നോക്കാം. രാത്രിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം നോക്കിക്കണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ന്യായമായിട്ടുള്ളത് കിട്ടി വീട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നും നിലനിന്ന് പോവാം. ഇല്ലെങ്കിൽ മാർക്കറ്റിനെ തെറി പറഞ്ഞ് എന്നെയും തെറി പറഞ്ഞ് വീട്ടിൽ പോകാന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.